കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വളരെ ക്രിയേറ്റീവും കഴിവുകൾ ഉള്ളവരുമാണ്. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളും പല സാഹചര്യങ്ങളും നമ്മളിൽ നെഗറ്റീവ് പ്രോഗ്രാമിംഗ് നടക്കുവാനും അങ്ങനെ നമ്മൾ നമ്മുടെ കഴിവുകളെ സപ്രസ് ചെയ്യുവാനും കാരണമാകുന്നു. ഒരു ഫേമസ് ആയ പഠനത്തിൽ പറയുന്നത് 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഹൈപ്പർ ക്രിയേറ്റീവും ജീനിയസുകളുമാണെന്നാണ്. എന്നാൽ വളരും തോറും ഈ കഴിവുകളെ പുറത്തെടുക്കുന്ന കുട്ടികളുടെ പെർസെന്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മോഡേൺ ലൈഫിന്റെ പല പ്രത്യേകതകളും ഈ കഴിവുകളെ ഇല്ലാതാക്കാൻ കാരണമാകുന്നു. ഇതിന് പ്രതിവിധിയായി, സൊല്യൂഷനായി സിൽവ മെത്തഡിന്റെ ഫൗണ്ടറായ ഹൊസെ സിൽവ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മൾ ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കോൺഷ്യസ് ആയി, ഇന്റൻഷനലായി കടന്ന് പ്രവർത്തിക്കുക, മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ക്രിയേറ്റിവിറ്റിക്കും പ്രോബ്ലം സോൾവിങ്ങിനും അതുപോലെ ഹീലിംഗിനും വളരെ ഉപയോഗപ്രദമായ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ മൈൻഡ്ഫുള്ളായി പെരുമാറുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിലനിൽക്കുന്നത്. അത്ലറ്റ്സ് പലപ്പോഴും പെർഫോം ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് കടക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. ഇത് അവരെ നന്നായി പെർഫോം ചെയ്യുവാൻ സഹായിക്കുന്നു. റിലാക്സ്ഡ് ആയ, മെഡിറ്റേറ്റീവ് ആയ, മൈൻഡ്ഫുൾ ആയ അവസ്ഥയിൽ ഇരിക്കുന്നത് നമ്മുടെ വെൽബീയിങ്ങിന് വളരെ നല്ലതാണെന്ന് ധാരാളം പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെഡിറ്റേറ്റീവായ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുവാൻ പറയാറുള്ളത്. ആൽഫ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വളരെയധികം സഹായകരമാണ്.